ഇതൊന്ന് നോക്കിക്കേ. ഒരു പ്രത്യേകതയുണ്ട്. വെളുത്ത കാർഡിന് 4 കിലോ അരി മാസാദ്യം കിട്ടും. അപ്പ നല്ലതാന്ന് പറയണമെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ അതുകൊണ്ട് 1 kg മേടിച്ചു. അത് ഞാൻ പുതിയ വ്യൂവേഴ്സിനോട് വേണ്ടി പറയണതാണ്. ഇതൊന്ന് നോക്കിക്കേ. ആഹാ, പതിവില്ലാതെ പയറൊക്കെ ഉണ്ടാക്കി ഇവിടെ. ഉച്ചത്തേക്കാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഓർത്ത് അപ്പ കുറച്ച് ദിവസമായി പറയണു അരിപ്പുട്ടും വൻപയറും കൂടെ കഴിക്കണമെന്ന്. അതുകൊണ്ട് ഞാനങ്ങനെ നേർപ്പിച്ചെടുത്തതാണ്. നേർപ്പിച്ച് മീൻസ് സവോള അരിഞ്ഞിട്ടേ ഇച്ചിരി ഗ്രേവി ആക്കി എടുത്തു എന്നതിന്റെ അർത്ഥം. പിന്നെ സ്വല്പം വെള്ളം കൂടുതൽ ഒഴിച്ചങ്ങ് വേവിക്കും. എന്നിട്ട് ഫുൾ വെള്ളം വറ്റിക്കാതെ ഈ കുഴയാൻ പാകത്തിനുള്ള വെള്ളം അങ്ങ് ഒഴിക്കും ഓൾറെഡി. എന്നിട്ട് ഇച്ചിരി വെള്ളം ബാലൻസ് നിർത്തി അത് ഉലർത്തി അപ്പൊ തന്നെ എടുത്തില്ലെങ്കിൽ ഇത് അറിയാലോ, അതെല്ലാവർക്കും അറിയാം, ഇത് ഇരുന്ന് വറ്റും പാത്രത്തിൽ ചൂട് കൊണ്ട്. ഞാനിപ്പോ ആ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് റെഡി ആക്കോളൂ. പിന്നെ ഡിലേ ആയിട്ടോ, 10 മണിയായി. അപ്പൊ കഴിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ അരിപ്പുട്ടും വൻപയറുമാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റൂല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അരിപ്പുട്ടും വൻപയറും. ചെറുപഴം ഇരിക്കണോണ്ട് ചെറുപഴം വേണ്ടവർക്ക് ചെറുപഴം എടുക്കാം. എന്നാ ഞാനും ഇന്ന് അരിപ്പുട്ടും വൻപയറും കഴിക്കാം. അപ്പൊ നിനക്ക് മീൻകറി വേണ്ടേ? മീൻകറി ഉണ്ടെങ്കിൽ എന്നാ വേണ്ട, ഇന്ന് വൻപയർ മതി. എന്നും ഈ മീൻകറി കൂട്ടിയല്ലേ കഴിക്കും. അത് എന്നും അല്ല, പുട്ടെടുക്കുമ്പോ നീ എടുക്കാറ്. എന്നാ ഇത് കൂട്ടി കഴിക്കാൻ. വൻപയറിന്റെ മണം അടിച്ചപ്പോ വൻപയർ കഴിക്കാൻ ഒരു ആഗ്രഹം. ഒരു പ്രത്യേകതയുണ്ട്. മാർജിൻ ഫ്രീയിലെ ജോൺസൺ ചേട്ടന്റെ വൻപയർ അല്ല ഇത്. ആ വൻപയർ തീർന്നായിരുന്നു. ഇപ്പൊ സപ്ലൈകോയിൽ ചെന്നപ്പോ നമുക്ക് വെളുത്ത കാർഡിന് 4 കിലോ അരി മാസാദ്യം കിട്ടും. അത് കഴിഞ്ഞിട്ടും മാസം കൊടുക്കും 4 കിലോ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അത് അപ്പടി ചോദിച്ചാലാട്ടോ കൃത്യം അറിയാവുള്ളൂ. ഞാൻ വെളുത്ത കാർഡിന്റെ കാര്യമാണ് പറയണത്. അപ്പൊ ആ അരി മേടിച്ചപ്പോ അവിടെ പാക്കറ്റിൽ വൻപയർ ഇരിക്കണാണ്ട് ഇപ്പൊ നല്ല വൻപയറായിട്ട് തോന്നി. അത് കാരണം ആ വൻപയർ മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഞാനത് ഉലർത്തിയതാണ്. നല്ല വൻപയറാണ്. സാധാരണ രീതിയിൽ നല്ല വൻപയർ അങ്ങനെ കാണാറില്ല. നല്ലത് കണ്ടപ്പോ അപ്പം മേടിച്ചതാ. 2 പാക്കറ്റ് മേടിച്ചു. 1/2 കിലോയുടെ വീതം 2 പാക്കറ്റ്, 1 കിലോ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അരിപ്പുട്ട് ആവി വറക്കണ അരിപ്പുട്ട്. ചിലപ്പോ ഇച്ചിരി പൊടിഞ്ഞു പോകൂട്ടോ, കാരണം ചൂടോടുകൂടി കുത്തിയിടുന്ന കാരണം. അറിയില്ല, ചിലപ്പോ പൊടിയൂല. സെന്റ് ജോർജ് പുട്ടുപൊടിയാട്ടോ. ഇത്ര എടുക്കണുള്ളൂ അല്ലേ? ഞാൻ അത്രേ കഴിച്ചോളൂ. ഞാൻ ഭക്ഷണം കുറവല്ലേ. നീ പയർ ഒഴിച്ചോളൂ. പയറെടുക്കാം. എനിക്ക് ഇത്രയും തന്നെ വേണ്ട കേട്ടോ. അത്രയില്ല, നീ കഴിച്ച് അധികം എടുക്കൂലാത്തോണ്ട് ഞാൻ അത്രയും ശരിയാക്കിയിട്ടില്ല. ചിന്തിക്ക് ചൂടാണല്ലോ. നല്ല ഒന്നാന്തരം പയറാണ്. അപ്പ കിറങ്ങിപ്പോയ പയറാണ്. അതെ, അപ്പ നല്ലതാന്ന് പറയണമെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ അതുകൊണ്ട് 1 kg മേടിച്ചു. ഞാൻ പറഞ്ഞില്ലേ 2 പാക്കറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചത് തന്നെ അപ്പ എന്നോട് പറഞ്ഞു അപൂർവല്ലേ നല്ല പയർ കാണാറുള്ളൂ, അതുകൊണ്ട് ഞാൻ 1 kg എടുത്താന്ന്. ഇവിടെ വെക്കാം. ഞാൻ ഉദ്ദേശിച്ചത് പയറ് കറിയെ കുറിച്ചാണ്. പയറ് കറി നല്ലതാവണമെങ്കിൽ പയറ് നല്ലതാവണം. അത് വേണം, അത് വേണം. പിന്നെ സവോള നമ്മള് അരിഞ്ഞിട്ട് പയറ് വേവിക്കുവാണെങ്കിൽ പിന്നെ മത്തങ്ങയുടെ പീസ് ഇടരുത് കേട്ടോ. ഒന്നും അല്ലെങ്കിൽ മത്തങ്ങയുടെ ഒരു കുഞ്ഞു പീസ് ഇടുക, അല്ലെങ്കിൽ സവോള അരിഞ്ഞിട്ട് വേവിക്കുക. അപ്പൊ ഗ്രേവി ഉണ്ടാവും. അത് ഞാൻ പുതിയ വ്യൂവേഴ്സിനോട് വേണ്ടി പറയണതാണ്. അറിയില്ലാത്ത ഒരുപാട് ന്യൂജൻ പിള്ളേർ ഇപ്പൊ ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അവരോട് വേണ്ടി പറഞ്ഞത്. അറിയാവുന്നവര്, പ്രായമായവർക്കും എന്റെ പ്രായമുള്ളവർക്കും കൂടുതൽ പാചകം ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ അത് അറിയാം. അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാ കേട്ടോ. അപ്പൊ ഓക്കെ, അമ്മ എന്നെ ഇന്ന് പ്രകൃതിയിലേക്ക് നോക്കി നിന്ന് കഴിക്കണേ. പ്രകൃതിയല്ല, ഞങ്ങൾ നമുക്ക് സും ചെയ്യാം. പ്രകൃതിയല്ല അമ്മ കാണുന്നത്. ആ ലാവൻഡർ ബൊഗൈൻവില്ലയുടെ വളഞ്ഞു നിൽക്കുന്ന കൊമ്പ പൂ മോശമായി കഴിയുമ്പോ മോൾഭാഗം വെച്ച് കട്ട് ചെയ്യും. അതിന്റെ ഇപ്പറേ തരിതരുന്ന് പൂവായി. വല്യപ്പ പറഞ്ഞു ശരി, അത് മൊത്തം പൂവിന്റെ പോഷൻ തീർന്നു കഴിയുമ്പോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിറച്ചു പോവെന്നുള്ളൂ. പിന്നെ ഞാൻ പ്രകൃതിയിട്ട് വേറൊരു കാര്യം നോക്കണ്ട. ഒരു കണ്ണമ്മാഴ കൊലിച്ചു മുറ്റത്തിന് നേരെ താഴെ കൊല വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു ഞാലിപ്പൂ മുറ്റത്തിലേക്ക് കൊലച്ചു കിടക്കണം. പിന്നെ അണ്ണാനുകൾ മുറ്റത്തോടെ ഓടിപ്പാഞ്ഞു നടക്കണം. ഓട്ടിപ്പാഞ്ഞു. അപ്പൊ ഞാനില്ലേ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോ എന്തെങ്കിലും ഇച്ചിരി ബാലൻസ് ചിലപ്പോൾ എണ്ണാൻ നടക്കുവാണെങ്കിൽ കൊടുക്കാറുണ്ട്. നടക്കുവാണെങ്കിൽ
ആരോ പറഞ്ഞു ചില്ലി റെഡ് കളറിലുള്ള ബോഗൻവില്ല ഉണ്ടെന്ന്. അത് എവിടെയാ കിട്ടണേന്നൊന്ന് പറയാം. അത് എനിക്ക് തോന്നണേ ബൊഗൈൻവില്ല മാത്രമുള്ള ഏതോ ഒരു നഴ്സറി ഉണ്ടെന്ന് ബിജു പറഞ്ഞില്ലേ നാളെ. പക്ഷെ തൃശ്ശൂർ ഭാഗത്ത് ഏതാണ്ട. ആ പറഞ്ഞവരൊന്ന് അറിയിക്കണം എവിടെയാ കിട്ടണേന്നുള്ളത്. നല്ലതായിരിക്കും അത്. ഞാൻ കണ്ടായിരുന്നു ആ കമന്റ്. പിന്നെ ആ പാലക്കാട് ആ ചേച്ചി എഴുതിയിട്ടുണ്ട് ബൊഗൈൻവില്ലയ്ക്ക് വളയിടുന്നത് സ്വല്പം ഷുഗർ ഇച്ചിരിച്ചിട്ട് കൊടുത്താൽ മതി. എനിക്ക് തോന്നണതേ പഞ്ചസാര അതിൽ ഇടാൻ പറഞ്ഞേക്കണം. എനിക്ക് തോന്നുന്നു ഇച്ചിരി വെള്ളം ഒഴിച്ച് ലയിപ്പിച്ചിടുമായിരിക്കും നല്ലത്. മധുരമുള്ള സാധനമായിരുന്നു. ഞാൻ വായിച്ചു നോക്കിയായിരുന്നത്. ഞാനത് വീണ്ടും വീണ്ടും എടുത്ത് നോക്കി. അപ്പം എനിക്ക് മനസ്സിലായി ഇതാന്ന് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. ചിലപ്പോൾ ഉണ്ടാവും അവിടെ അതാ ചെടികൾ. എനിക്ക് ഇച്ചിരി പഴം കൂടെ ഉള്ള ഇഷ്ടമുണ്ടേ. ഞാൻ പഴം കൂടെ ചേർക്കും. സാധാരണ പുട്ടും പഴവും മാത്രമേ കഴിക്കാറ്. ഇന്ന് പയറും ഉണ്ട്. പുട്ടും പഴവും മാത്രമൊന്നുമല്ല, പുട്ടും കടല ഇടയ്ക്കും. വെള്ളക്കടല ഇരിപ്പുണ്ട് വെച്ചേ നമ്മൾ മേടിച്ചതും. ഒരു ദിവസം അതുണ്ടാക്കാം. അതുണ്ടാക്കണം.